ദുഃഖവും ഭയവും എന്താണെന്ന് നമ്മളിന്ന് പറയുവാൻ പോകുന്ന ഗ്രാമത്തിലെ ഗ്രാമീണരോട് ചോദിക്കുകയാണെങ്കിൽ അവർ അതിന് കൃത്യമായ ഉത്തരം തന്നെ നൽകുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. നേരം ഇരുട്ടി വനപാതയിലൂടെ രണ്ട് കുട്ടികൾ ഗ്രാമത്തിലേക്ക് പോകുകയാണ്. അവർക്കിനിയും ഏകദേശം 1.5 മൈൽ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവർ അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അവർ ഇരുവരുടെയും മുഖത്തേക്ക് നമ്മൾ ദർശിക്കുകയാണെങ്കിൽ പരിഭ്രാന്തിയും ഭയവും അലയടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പേടിച്ചരണ്ട മാൻപേടകൾ പോലെ എന്തിനെയോ അവർ ചുറ്റുപാടും തിരയുകയുമാണ്. അവർ വനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞിരുന്നു പോകരുതെന്ന്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ അവർ തയ്യാറായിരുന്നില്ല. വനത്തിന്റെ ഉൾഭാഗത്ത് എവിടെയോ ഉള്ള തേൻ ശേഖരണം കാണുവാനും അവിടെ നിന്ന് തേൻ ശേഖരിക്കുവാനും വേണ്ടിയാണ് അവർ വനത്തിലേക്ക് കയറിപ്പോയത്. തേൻ ശേഖരണങ്ങൾ കണ്ടും തിരക്കിയും നടന്ന അവർ സമയം പോയതറിഞ്ഞില്ല. അവർ എത്ര സമയമായി വനത്തിൽ ചെലവഴിക്കുന്നു എന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വനത്തിനുള്ളിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളാണ്, വള്ളിപ്പടർപ്പുകളാണ്. അതിനാൽ സൂര്യപ്രകാശം പോലും അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ നാണിക്കുമായിരുന്നു. ഏറെ നാളുകളായി നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ആ വനപാത വഴി വരുവാൻ അവിടുത്തെ ഗ്രാമീണർ മടിക്കുകയും ഭയക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇപ്പോൾ ആ വനവും വന അതിർത്തിയും ഭരിക്കുന്നത് ഒരു നരഭോജിയായ കടുവയാണ്. സെവപ്പൻ എന്ന അപരനാമത്തിലാണ് അവിടുത്തെ ഗ്രാമീണർ അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും അവൻ ഏകദേശം 4 പേരെ അവൻ്റെ ഇരയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. നരഭോജിയായ ഒരു കടുവ അടക്കി ഭരിക്കുന്ന ഒരു വനമായതുകൊണ്ടായിരിക്കണം നരഭോജിയായ ആ കടുവയുടെ സാന്നിധ്യം ആ വനപ്രദേശത്തെ ഭയനിബിഡമായ ഒരു വനമാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. സൂര്യൻ തൻ്റെ കർത്തവ്യം നിർവഹിച്ച ശേഷം വനത്തിൻ്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ മലകൾക്കിടയിലേക്ക് താഴ്ന്നു തുടങ്ങി. പിന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമാകുകയും ചെയ്തു. അതിനെ തുടർന്ന് മലനിരകളിലേക്കും വനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇരുട്ട് പരന്നൊഴുകുവാനും ആരംഭിച്ചു. വനത്തെയും വനപ്രദേശങ്ങളെയും ഇരുട്ട് പിടികൂടിയ ശേഷം വനപാതയിലൂടെ നടന്നു വന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഭയാഗ്നിയായി ആളി പടർന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. കൂട് തേടിപ്പോകുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും കരച്ചിൽ ആ വനമാകെ ഉയർന്നു കേൾക്കാം. പിന്നെ അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും വനം പൂർണ്ണമായ നിശബ്ദത കൈവരിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വീശിയടിക്കുന്ന കാറ്റ് മാത്രമാണ് ആ കനത്ത നിശബ്ദതയ്ക്ക് ഭംഗമുണ്ടാക്കുന്നത്. മരങ്ങളും ഇലകളും തമ്മിൽ കൂട്ടിയൊരസുമ്പോൾ ഉണ്ടാകുന്ന ശീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നത്. വനപാതയിലൂടെ നടന്നുപോയ കുട്ടികളുടെ നടപ്പിന്റെ വേഗത അവർ പതിയെ കൂട്ടുവാൻ തുടങ്ങി. ഇളങ്കാറ്റ് അവരുടെ ശരീരത്തിൽ തട്ടി ദൂരേക്ക് അകന്നുപോയി. വനം പൂർണ്ണമായ നിശബ്ദത കൈവരിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ കൈവരിച്ച നിശബ്ദത അവർക്ക് മരണത്തെക്കാൾ ഭയാനകമായാണ് തോന്നിയത്. സമയം പതിയെ മുന്നിലേക്ക് കടന്നു പോകുന്തോറും രാത്രിയുടെ കട്ടിയും പതിയെ പതിയെ കൂടി വരുവാൻ തുടങ്ങി. വനപാതയിലൂടെ അവർ മുന്നിലേക്ക് അങ്ങനെ നടന്നു നീങ്ങും തോറും ആരോ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ പിന്നാലെ വരുന്നതായി അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്തുടരുന്നു എന്ന് തോന്നൽ അവരിൽ ഭയമുളവാക്കി. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് ആ വനപാതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ അവർക്കൊന്നും തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വനത്തിൻ്റെതായ നിശബ്ദതയിൽ അവരെ ആരോ പിന്തുടർന്നു വരുന്നതായി അവർക്ക് വളരെ വ്യക്തമായി അവരുടെ കാൽപതന ശബ്ദം ശ്രവിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ഉണങ്ങിയ ഇലകൾ ഞെരുങ്ങി അമരുന്നതിൻ്റെയും ചുള്ളിക്കമ്പുകൾ ചവിട്ടി പൊട്ടിക്കുന്നതിൻ്റെയും ശബ്ദമായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. ആ കാൽപതന ശബ്ദത്തിൽ നിന്നും ഒരു കാര്യം അവർക്കുറപ്പായിരുന്നു: അവരെ പിന്തുടർന്നു വരുന്നത് ഒരിക്കലും ഒരു മനുഷ്യനല്ല. കാരണം 4 കാലിൽ നടന്നു വരുന്ന ഏതോ ജീവിയുടെ കാൽപതന ശബ്ദമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നു. അവർ അവരുടെ നടപ്പിന്റെ വേഗത കൂട്ടുന്നതനുസരിച്ച് അവരെ പിന്തുടർന്നു വരുന്ന ആ കാൽപതന ശബ്ദത്തിന്റെയും വേഗത കൂടുന്നതായി അവർക്ക് തോന്നി. അങ്ങനെ അവർ വനപാതയിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കയറി. എന്നാൽ അതവരെ നയിച്ചുകൊണ്ടുപോയത് വനത്തിന്റെ ഉള്ളറകളിലേക്കായിരുന്നു. അവർ മുന്നിലേക്ക് പോകുന്തോറും അടിക്കാടുകളുടെയും മരങ്ങളുടെയും വള്ളികളുടെയും കട്ടി കൂടി വരുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ആ പാതയിലൂടെ അവർ മുന്നിലേക്ക് നടന്നു ചെന്നെത്തിപ്പെട്ടത് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരൊഴിഞ്ഞ പ്രദേശത്തായിരുന്നു. അവരുടെ ചുറ്റുപാടും മരങ്ങളാണ്. എന്നാൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് മരങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. അവർക്ക് വളരെ വ്യക്തമായി തന്നെ ആകാശം കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുക്കാൽ മയക്കത്തിലായ ചന്ദ്രനിൽ നിന്നുള്ള ഒരു മങ്ങിയ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ അവർക്ക് തുണയായി ആ പ്രദേശത്തുള്ളത്. അവർ ഇരുവരും അവിടെ നിന്ന് ചുറ്റുപാടും നോക്കി. ചുറ്റുപാടും ഇരുട്ടാൽ മൂടപ്പെട്ട് കഴിഞ്ഞിരുന്നു. മുന്നിലേക്കൊന്നും അവർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം അന്ധകാരത്തിന്റെ വായിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഭയചകിതരായി അവർ ഇരിക്കുന്ന സമയം എവിടെ നിന്നോ ഒരു കടുവയുടെ മുരൾച്ച
അവരുടെ കാതുകളിലേക്ക് വന്ന് പതിക്കുകയാണ്. പിന്നീട് അവരുടെ ചുറ്റുപാടിൽ നിന്നും എവിടെ നിന്നൊക്കെയോ ആ കടുവയുടെ ഗർജനം വീണ്ടും വീണ്ടും കേൾക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ആ കടുവ അവരെ കണ്ടിരിക്കുന്നു. അവർക്ക് ചുറ്റും അവനിപ്പോൾ വലയം വെച്ച് നടക്കുകയാണ്. ഇനിയും ഏത് നിമിഷവും ഒരു ആക്രമണം അവർക്ക് നേരെ ഉണ്ടായേക്കാം. അങ്ങനെ അവർ ഇരുവരും അവർക്ക് തൊട്ടു മുന്നിൽ നിന്നും ഒരു ഭയാനകമായ ഒരു ഗർജനം കേട്ടു. അവർ അവിടേക്ക് നോക്കി. അവർക്ക് മുന്നിലെ മരങ്ങൾക്കിടയിലെ 2 തിളങ്ങുന്ന മഞ്ഞക്കണ്ണുകൾ അവരെ സ്വാഗതം ചെയ്തു. പിന്നെ കണ്ണു ചിമ്മുന്ന വേഗത്തിൽ അത് വായുവിലേക്ക് ഉയർന്ന് അവരിൽ ഒരാളുടെ ശരീരത്തേക്ക് വന്നു പതിച്ചു. സാമാന്യം വലിപ്പമുള്ള സവപ്പൻ എന്ന പേരിൽ അവർ ഭയപ്പെട്ടിരുന്ന കടുവയായിരുന്നു അവൻ. അവന്റെ നീണ്ടു കൂർത്ത പല്ലുകൾ അതിലൊരാളുടെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കി. നിലത്തേക്ക് വീണ ഉടനെ തന്നെ അവൻ അവിടെയിട്ട് കടിച്ചു കുടഞ്ഞു. അവന്റെ കൂർത്ത നഖങ്ങൾ അവന്റെ നെഞ്ചിലേക്കും തുടയിലേക്കും ആഴത്തിലിറങ്ങി. വേദനയാലും പ്രാണരക്ഷാർത്ഥലും അവൻ ഉച്ചത്തിൽ അലറി. എന്നാൽ അവനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഒരു നിമിഷം പോലും അവിടെ ചിലവഴിക്കുവാൻ പിന്നെ അവന് ധൈര്യം വന്നില്ല. തൻ്റെ സുഹൃത്തിനെ ഉപേക്ഷിച്ച് വനത്തിനുള്ളിലേക്ക് ഓടിയകലുക മാത്രമാണ് അവൻ ചെയ്തത്. തിരിഞ്ഞു നോക്കുവാൻ പോലുമുള്ള ദുസ്സാഹസത്തിന് അവൻ മുതിർന്നില്ല. അവൻ ഓടിയകലുമ്പോഴും അവൻ്റെ കാതുകളിലേക്ക് തൻ്റെ സുഹൃത്തിൻ്റെ അലർച്ച കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. പിന്നീടത് നേർത്ത് ഇല്ലാതാകുന്നതും ഒരു ഞരക്കമായി മാറുന്നതും അവൻ അറിയുവാൻ സാധിച്ചു. അതോടെ വീണ്ടും വനം കനത്ത നിശബ്ദത കൈവരിച്ചു. നിർത്താതെയുള്ള ഓട്ടം വന്ന് അവസാനിച്ചത് വനത്തിനുള്ളിലെ ഏതോ ഒരു ഭാഗത്തായിരുന്നു. ദിശ തെറ്റിയിരിക്കുന്നു. ദിശ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അവൻ എത്തിയിരിക്കുന്നത് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലാണ്. അവൻ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. കിഴക്കൻ ചക്രവാളത്തിലെ ഞുറുങ്ങുവെട്ടം വരുന്നതുവരെ അവൻ ആ മരത്തിൽ ചിലവഴിച്ചു. വിശപ്പും ദാഹവും അവനെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു. മരങ്ങളുടെയും ചില്ലകളുടെയും അടിയേറ്റ് അവന്റെ ശരീരവും മുഖവും ആകെ ചുവക്കുകയും കീറുകയും രക്തം വരികയും എല്ലാം ചെയ്തിരുന്നു. മരത്തിന് മുകളിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിഴക്കൻ ചക്രവാളത്തിലെ സൂര്യന്റെ ചെറിയ ഞുറുങ്ങുവട്ടം കണ്ടതോടെ അവന്റെ ഗ്രാമം ലക്ഷ്യമാക്കി അവൻ നടക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അവൻ ഗ്രാമത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവനെ അവിടുത്തെ ഗ്രാമീണർ കണ്ടെത്തുകയായിരുന്നു. തലേന്ന് രാത്രിയിൽ 2 കുട്ടികൾ അവരുടെ ഗ്രാമത്തിൽ എത്താത്തതിനെ തുടർന്ന് പുലർച്ചെ തന്നെ ഗ്രാമത്തിൽ നിന്നുമുള്ള ഒരു തിരച്ചിൽ സംഘം വനത്തിലേക്ക് കയറിയിരുന്നു. കമ്പുകളും ആയുധങ്ങളുമായിട്ടായിരുന്നു അവർ വനത്തിലേക്ക് തിരച്ചിൽ നടത്തിയത്. അങ്ങനെയുള്ള ആ തിരച്ചിൽ സംഘത്തിൽ കാണാതായ കുട്ടികളുടെ പിതാക്കന്മാരും അതുപോലെ ബന്ധുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പാതി വഴിയിൽ വെച്ച് ക്ഷീണിച്ച് തളർന്ന് അവശനായ കുട്ടിയെ കണ്ടെത്തുകയും അവനെ അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു അവർ ചെയ്തത്. ക്ഷീണിച്ച് അവശനായ ആ കുട്ടിക്ക് വേണ്ട വൈദ്യസഹായവും ആഹാരവും എല്ലാം അവർ നൽകി. സ്വബോധം വീണ്ടെടുത്ത് സ്ഥിരത കൈവരിച്ചപ്പോൾ അവനോട് വനത്തിൽ നടന്ന സംഭവത്തെപ്പറ്റി അവിടുത്തെ ഗ്രാമീണർ തിരക്കി. അപ്പോഴാണ് തലേന്ന് രാത്രിയിൽ അവർക്കുണ്ടായ ഭയാനകമായ സംഭവം അവരുമായി പങ്കുവെക്കുന്നത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ആനമലത്തമ്പിയുടെ ഒരു വേട്ടക്കഥയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേട്ടക്കഥ നമ്മൾ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന നരഭോജിയായ ഒരു കടുവയുടെ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. അതിസാഹസികത നിറഞ്ഞ നരഭോജിയുടെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 240 കിലോമീറ്റർ അകലെയും മൈസൂരിൽ നിന്നും 90 കിലോമീറ്റർ അകലെയും ഊട്ടിയിൽ നിന്ന് 124 കിലോമീറ്ററും അകലെയായിട്ടാണ്. തമിഴ്നാട്ടിലാണ്, നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ്, നീലഗിരി മലനിരകളിലാണ്. അതുപോലെ തന്നെ കേരളം കർണാടകവുമായി ഈ വനം അതിർത്തിയും പങ്കിടുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ വനത്തിന്റെ വലിപ്പം എന്നത് 141 സ്ക്വയർ മൈലാണ്. പ്രതിവർഷം ഈ വനത്തിൽ ഏകദേശം 1400 മില്ലിമീറ്റർ മഴയും ലഭിക്കാറുണ്ട്. അതുപോലെ ഇവിടെ നിരവധി ഇനത്തിൽപ്പെട്ട സസ്യങ്ങളും മരങ്ങളും പക്ഷി മൃഗാദികളും കാണപ്പെടുന്നു. മോയാർ നദി ഈ വനത്തിന്റെ അതിരിലൂടെയാണ് കടന്നു പോകുന്നത്. കടുവകൾ, പുലികൾ, കരടികൾ, ആനകൾ, മാനുകൾ, മയിലുകൾ, മുയലുകൾ, കാട്ടുപന്നികൾ, മുതലകൾ എന്നിവയും നമുക്ക് ഈ വനത്തിൽ കാണുവാൻ സാധിക്കും. മലകളും കുന്നുകളും കുന്നിൻ ചരിവുകളും താഴ്വരകളും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കുറ്റിച്ചെടികളും പുൽമേടുകളും അരുവികളും ചതുപ്പുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പ്രകൃതി അതിൻ്റെതായ ദൃശ്യ ഭംഗി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന ഈ വനത്തിന്റെ അരികിൽ ധാരാളം ഗ്രാമങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും കഥയിലേക്ക് പോകാം. മുതുമല വനത്തോട് അതിർത്തി പങ്കിട്ട് നിൽക്കുന്ന കരകുടി എന്ന സ്ഥലത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കടുവയുടെ ആദ്യ ആക്രമണം ഉണ്ടായത് അവിടുത്തെ ഒരു തോട്ടം തൊഴിലാളിയുടെ നേർക്കായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ആ കടുവ ആക്രമിച്ചത്. പുലിയിൽ നിന്നും വിഭിന്നമായി വിശക്കുമ്പോൾ അവന് ഭയമുണ്ടാകുകയില്ല. ആൾത്തിരക്കാകട്ടെ, ആളൊഴിഞ്ഞ പ്രദേശമാകട്ടെ, വനമാകട്ടെ, ആൾത്തിരക്കുള്ള പ്രദേശവുമാകട്ടെ, അവനെവിടെയും പ്രത്യക്ഷപ്പെടും. ധൈര്യമായി തന്നെ അവൻ്റെ ഇരയെ അവൻ വേട്ടയാടി കൊണ്ടുപോകുകയും ചെയ്യും. ഇതാണ് ഒരു കടുവ ചെയ്യുന്നത്. എന്നാൽ പുലി അങ്ങനെയല്ല. അവന് തിരക്ക് പേടിയാണ്, ആളുകളെ ഭയമാണ്. ഇരുട്ടിൻ്റെ മറവിൽ മാത്രമാണ് അവൻ്റെ ആക്രമണങ്ങൾ അവൻ അഴിച്ചുവിടുക. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നതും. എന്നാൽ നരഭൂജിയായ കടുവ അങ്ങനെയല്ല. അത് തന്നെയായിരുന്നു അവിടെയും സംഭവിച്ചത്. നേരം വെളുക്കുമ്പോൾ തന്നെ തോട്ടം തൊഴിലാളികൾ തോട്ടത്തിലേക്ക് അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അങ്ങനെ അവർ പണിയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ് അത് സംഭവിച്ചത്. വനത്തോട് ചേർന്ന് തന്നെയാണ് ഈ തോട്ടവും നിൽക്കുന്നത്. ആ കാടും അതിന് പരിസരത്തുള്ള പ്രദേശങ്ങളുമെല്ലാം ഒരു കടുവയുടെ അധീനതയിലാണെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇതുവരെയും ആ കടുവ ആർക്കു നേരെയും ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല. എന്നാൽ അന്ന് നടന്നത് മറ്റൊന്നായിരുന്നു. ആ കടുവയുടെ സാന്നിധ്യം അവർക്ക് അറിയുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. ആ കടുവ ആ വനപ്രദേശത്ത് വന്നിട്ട് അതിനു മുന്നേ മറ്റെവിടെയോ ആയിരുന്നു. വരുമ്പോൾ അവൻ്റെ ശരീരത്ത് പല മുറിവുകൾ ഉണ്ടായിരുന്നു. മറ്റു കടുവകളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയതായിരിക്കാം അവന്. ഒരു കടുവയുടെ വന അതിർത്തിയിലേക്ക് മറ്റു കടുവകൾ പോകാറില്ല. അങ്ങനെ പോയാൽ അവിടെ ഉണ്ടാകുന്നത് അവ തമ്മിലുള്ള ഘോരമായ യുദ്ധങ്ങളാണ്. ഒന്നുകിൽ മറ്റു കടുവ അവിടെ തന്നെ കൊലപ്പെടും, അല്ലെങ്കിൽ ഭയന്ന് മറ്റേതെങ്കിലും കാട് തേടി പോകും. അതാണ് കടുവയുടെ അല്ലെങ്കിൽ കടുവകളുടെ രീതി. അങ്ങനെ ഏതെങ്കിലും ഒരു യുദ്ധത്തിലായിരിക്കാം ജീവൻ ഭയന്ന് അവൻ ഇവിടേക്ക് എത്തിയത്. അവന്റെ ശരീരത്തിലെ മഞ്ഞ നിറത്തിന് കട്ടി നിറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ അവനെ വിളിച്ചിരുന്നത് സെവപ്പൻ എന്നാണ്. അതിമനോഹരമായ കട്ട മഞ്ഞ നിറവും അതിൽ കറുത്ത വരകളോടും കൂടിയ സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയായിരുന്നു അത്. അവന്റെ ശരീരത്തിൽ ഏറ്റ മുറിവുകൾ ഒഴിച്ചു നിർത്തിയാൽ തികഞ്ഞ ആരോഗ്യവാനുമായിരുന്നു. അതുമാത്രമല്ല, അവനൊരു ആൺകടുവ കൂടിയായിരുന്നു. ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും തോട്ടത്തിലെ പണിയും കന്നുകാലി വളർത്തലുമെല്ലാമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലർ തേൻ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോകാറുമുണ്ട്. അതുമാത്രമല്ല, ചില ഗ്രാമീണർ വനത്തിലേക്ക് പോകാറുമുണ്ട്, മരങ്ങൾ വെട്ടാറുമുണ്ട്, ചുള്ളിക്കമ്പുകൾ പെറുക്കാറുമുണ്ട്. കന്നുകാലികളെയും മറ്റും മേയ്ക്കുവാൻ അവർ വനത്തിലേക്ക് പോകാറുമുണ്ട്. എങ്കിലും അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് തോട്ടം തൊഴിലിനെ തന്നെയാണ്. അതിനാൽ തന്നെ അവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും ഒരുപാട് യാതനകളുടെയും വിയർപ്പിന്റെയും കഥകളും പറയാനുണ്ടാകും. നമ്മുടെ പ്രശ്നം അതല്ല. നമുക്കിനിയും കഥയിലേക്ക് തന്നെ പോകാം. ശൃംഗാരവേലൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നേരം പുലർന്നപ്പോൾ അദ്ദേഹം തോട്ടത്തിലേക്ക് പോയതായിരുന്നു. തോട്ടം തൊഴിലാളികളിൽ നിന്നും മാറി അദ്ദേഹം തന്റെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അത് സംഭവിച്ചത്. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് മറ്റുള്ളവർ അവിടേക്ക് നോക്കുന്നതും അത് കാണുന്നതും. ആളുകൾ അവിടേക്ക് ഓടിച്ചെന്നെങ്കിലും ആ കടുവയുടെ ഉച്ചത്തിലുള്ള ഗർജനത്തിനും അലർച്ചയ്ക്കും മുന്നിലോട്ടുള്ള കുതിപ്പിനും മുന്നിൽ അവിടുത്തെ ആളുകൾ ഭയക്കുകയായിരുന്നു. ഭയന്നു മാത്രമല്ല, അവർ തിരികെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. എങ്കിലും ചിലർ അവിടെ ഇവിടെയായി മറഞ്ഞിരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കടുവയുടെ അടിയേറ്റ് താഴെ വീണ ശൃംഗാരവേലൻ തന്റെ ജീവന് വേണ്ടി പിടയുകയാണ്. ആ കടുവ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവനെ മാന്തുകയും കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു പറിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ കൂർത്ത നഖങ്ങൾ അയാളുടെ നെഞ്ചിലേക്ക് ആഴത്തിലിറങ്ങുന്നതും പല്ലുകൾ പെടലി കടിച്ച് പറിക്കുന്നതുമെല്ലാം അവർ ദയനീയമായി തന്നെ നോക്കിക്കണ്ടു. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവൻ പൂർണ്ണമായും അവസാനിച്ചു. ഞരക്കവും നിന്നു. കാലുകളും കൈകളും പെടച്ചിൽ അവസാനിപ്പിച്ചു. തന്റെ ഇരയുടെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ട ശേഷം ആ കടുവ അതിനെയും കടിച്ചെടുത്തുകൊണ്ട് തോട്ടത്തിലൂടെ വനത്തിലേക്ക് നടന്നുപോയി. എങ്കിലും കടുവയുടെ പുറകിന് പോകുവാൻ ആരും തയ്യാറായില്ല. അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും രക്തത്തുള്ളികളും അവിടെ കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന ആളുകൾ അവിടെ നടന്ന സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ ഗ്രാമീണരോട് പറയുകയും അവരുടെ സഹായം തേടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 10-30ഓളം വരുന്ന ആളുകൾ കമ്പുകളും ആയുധങ്ങളുമായി ആ കടുവയെ തിരക്കി സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി. അവരെത്തിയപ്പോഴേക്കും ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ചോരപ്പാടും ചോരത്തുള്ളികളും അവശേഷിപ്പിച്ച് തന്റെ ഇരയും കൊണ്ട് അപ്പോഴേക്കും അവൻ ആ വനം കയറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ജീവനറ്റ അവന്റെ ശരീരം വീണ്ടെടുക്കണമെന്ന വിചാരത്തോടെ അവിടുത്തെ ഗ്രാമീണർ ഒന്നിച്ച് ആ വനം കയറുവാനും തിരച്ചിൽ നടത്തുവാനും തയ്യാറായി. ഇരയും കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന കടുവയുടെ പിന്നാലെ പോകുന്നത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. അതിലുപരി
ഉറപ്പായും ആ കടുവയ്ക്ക് തൻ്റെ ഇരയെ തേടി മനുഷ്യർ വരുമെന്ന ചിന്തയും ഉണ്ടാകും. അതിനാൽ തന്നെ പലപ്പോഴും മൈലുകളോളം തന്നെ കടുവ തൻ്റെ ഇരയെയും കൊണ്ട് പോകാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഏകദേശം 1.5 മൈലോളം അവർക്ക് കിട്ടിയ തെളിവിൻ്റെയും രക്തപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ അവർ സഞ്ചരിച്ചു. ദൂരം കൂടുന്നതനുസരിച്ച് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തെളിവുകളും കുറയുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞ രക്തത്തുള്ളി പാടുകളുടെ അകലം കൂടുവാനും പിന്നീട് അത് അപ്രത്യക്ഷമാകുവാനും തുടങ്ങി. എങ്കിലും തിരച്ചിൽ നിർത്തുവാൻ അവർ തയ്യാറായിരുന്നില്ല. കടുവ അവന്റെ പാത സൃഷ്ടിച്ചിരുന്നത് നേർരേഖയിൽ തന്നെയായിരുന്നു. അതിനാൽ അവർ നേർരേഖയിൽ തന്നെ സഞ്ചരിച്ചു. അതവരെ എത്തിച്ചത് 2 മൈലുകൾക്കപ്പുറമുള്ള ഒരു കാട്ടരുവിയുടെ തീരത്തേക്കായിരുന്നു. അങ്ങനെയുള്ള ചെറിയ കാട്ടരുവിയുടെ തീരത്തു നിന്നും അല്പം അകലെയായി ഒരു വലിയൊരു മരം കടപുഴകി വർഷങ്ങളായി വീണുകിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാമാന്യം വലിപ്പമുള്ള ഒരു മരം തന്നെയായിരുന്നു അത്. അത് പൂർണ്ണമായും ജീർണിച്ച് നശിച്ച അവസ്ഥയിലായിരുന്നു. അത് വനത്തിൽ എങ്ങനെയോ പിഴുതു വീണതായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേർഭാഗത്തെ മണ്ണ് മുഴുവനായി ഇളകി മാറി അവിടെ സാമാന്യം വലിപ്പമുള്ള ഒരു ഗർത്തം തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെടികളും മറ്റും നിറഞ്ഞ് ഒരു വലിയ കുറ്റിക്കാട് ആ ഭാഗത്ത് രൂപപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ആ കുറ്റിക്കാടിന് സമീപത്ത് കണ്ട ഒരു രക്തപ്പാടാണ് ഗ്രാമീണരെ അങ്ങോട്ട് നയിച്ചത്. എന്നാൽ ആ വലിയ കുറ്റിക്കാടിൻ്റെ അരികിലേക്ക് പോകുവാൻ അവിടുത്തെ ഗ്രാമീണർക്ക് അത്ര ധൈര്യം വന്നില്ല. ഒരുപക്ഷെ ആ കടുവ ആ വലിയ മരത്തിന് മറവിൽ മറഞ്ഞിരുന്നാലോ അല്ലെങ്കിൽ ആ കുറ്റിക്കാടിനുള്ളിൽ ഉണ്ടെങ്കിലോ എന്ന സംശയം അവർക്കുള്ളിൽ ഭയം നിറച്ചു. എന്നാൽ ആ കടുവ അവിടെ തന്നെ ഉണ്ടോ അതോ പോയോ എന്നറിയുവാൻ വേണ്ടി കൂടെ വന്ന കുറച്ച് ഗ്രാമീണർ ഒരു ബുദ്ധി ഉപദേശിച്ചു. അതിങ്ങനെയാണ്: നമുക്ക് അവിടേക്ക് കല്ലുകളോ കമ്പുകളോ വലിച്ചെറിയാം. കടുവയുണ്ടെങ്കിൽ തന്നെ അവൻ അവിടുന്ന് ഭയപ്പെട്ട് ദൂരേക്ക് പോകും എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇനിയും ഇപ്പോൾ അവൻ ആക്രമിക്കുവാൻ തയ്യാറാകുകയാണെങ്കിലോ നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് നേരിടാം എന്നും അവർ അഭിപ്രായപ്പെട്ടു. ഗ്രാമീണരുടെ അഭിപ്രായ പ്രകാരം അത് മാനിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവരുടെ ഗ്രാമത്തലവനും തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായി അവരിലേക്ക് കല്ലുകളും കമ്പുകളും വലിച്ചെറിയുവാനും കോലാഹലങ്ങൾ ഉണ്ടാക്കുവാനും നോക്കി. എന്നാൽ ആ ഭാഗത്തു നിന്നും ഒരു കടുവയുള്ളതിന്റെ യാതൊരു ലക്ഷണങ്ങളും അവർക്ക് കിട്ടിയില്ല. അതോടെ ഒരു കാര്യം ഉറപ്പിച്ചു: കടുവ തന്റെ ഇരയെ ഉറപ്പായും ആ കുറ്റിക്കാടിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരിക്കാം. ഏകദേശം 2 മൈലോളം സഞ്ചരിച്ച് അവനാകെ ക്ഷീണിച്ചിരിക്കണം. ഒരുപക്ഷെ ഇനിയും അവന് മുന്നിലേക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കണം ഇരയെ അവൻ ഈ കുറ്റിക്കാടിൽ ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് കടുവകൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ അവനെ കാണുന്നതിന് മുന്നേ തന്നെ ഒരുപക്ഷെ 100 തവണയോ അല്ലെങ്കിൽ 200 തവണയോ ആ കടുവ നമ്മളെ കണ്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവന് മനസ്സിലാക്കിയേക്കാം. മനുഷ്യൻ അവൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടെന്ന് ഒരുപക്ഷെ അവൻ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം തൻ്റെ ഇരയെ ഇവിടെ ഉപേക്ഷിച്ച് ദൂരേക്ക് അവൻ കടന്നു കളഞ്ഞിരിക്കുക. മനുഷ്യൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒഴിവായി പോയതിനു ശേഷം ഇവിടേക്ക് മടങ്ങി വരാമെന്നും തൻ്റെ ഇരയെ ഭക്ഷിക്കാമെന്നുമായിരിക്കണം അവൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. കാരണം അരുവിയുടെ തീരത്ത് തന്നെയായിരുന്നു ആ ഇരയെയും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. എന്തായാലും ഗ്രാമീണർ ആ കുറ്റിക്കാടിന് സമീപത്തേക്ക് നടന്നു. മരത്തിന് മുകളിലേക്ക് ചിലവർ വലിഞ്ഞു കയറി അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ അവർക്ക് അവന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കടുവ അവിടെ നിന്നും മടങ്ങിപ്പോയതിന്റെ കാൽപ്പാടുകൾ അവിടുത്തെ നനഞ്ഞ മണ്ണിൽ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. അതോടെ ആ ഗ്രാമീണർക്ക് ഒരു പുതിയ ഉണർവാണ് ഉണ്ടായത്. കുറ്റിക്കാടുകൾ അവരുടെ കൈവശമുണ്ടായ കമ്പുകൾ കൊണ്ട് മാറ്റി പരിശോധിച്ചു. പക്ഷേ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി. മരത്തിന് മുകളിൽ നിന്ന ഒരാൾ കാല് തെന്നി കുറ്റിക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ ആ കുറ്റിക്കാടിന് മുകളിലൂടെ അദ്ദേഹം വന്നു പതിച്ചത് ഏകദേശം 3-4 അടി താഴ്ചയിലേക്കായിരുന്നു. അതുമാത്രമായിരുന്നില്ല, വന്നു വീണപ്പോൾ മൃതദേഹത്തിന്റെ മുകളിലേക്കുമാണ് വന്നു വീണത്. കടുവ തന്റെ ഇരയെയും വലിച്ചുകൊണ്ട് ആ കുറ്റിക്കാടിനുള്ളിൽ പ്രവേശിക്കുകയും താഴ്ചയിൽ കൊണ്ട് ശരീരം ഒളിപ്പിച്ച് വെക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും സമയം അവിടുത്തെ ആളുകൾ കുറ്റിക്കാട് പരിശോധിച്ചിട്ടും അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കാഞ്ഞത്. വേരോടെ പിഴുത് വീണ മരമായതുകൊണ്ട് തന്നെ ഏകദേശം 4 അടി താഴ്ചയിൽ അവിടെ വലിയൊരു ഗർത്തമുണ്ടായിരുന്നു. ആ ഗർത്തത്തിലേക്കാണ് കടുവ തന്റെ ഇരയെ ഒളിപ്പിച്ചു വെച്ചത്. അവൻ കൊന്ന ഗ്രാമീണനെ അവർ പുറത്തെടുത്തു. ശരീരത്തിൽ നിന്നും തല അറ്റി താഴേക്ക് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അവന്റെ ശരീരത്തിൽ അങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരുന്നു. രക്തം പൂർണ്ണമായും തന്നെ അവന്റെ ശരീരത്തിൽ നിന്നും ഊറിപ്പോയിരുന്നു. കണ്ണുകൾ മലക്കെ തുറന്നിരുന്നു. ജീവനറ്റ അയാളുടെ ശരീരം വഹിച്ചുകൊണ്ട് ഗ്രാമീണർ ഗ്രാമത്തിലേക്ക് പോയി. ഈ സംഭവമാണ് ആ കടുവയുടെ പക്കൽ നിന്നുമുണ്ടായ ആദ്യത്തെ നരവേട്ട.
പിന്നീട് ഏകദേശം 2 ആഴ്ചകൾക്കപ്പുറമാണ് മറ്റൊരാക്രമണം ആ ഗ്രാമത്തിൽ അരങ്ങേറുന്നത്. നരഭോജിയായ ആ കടുവയുടെ ആദ്യ ആക്രമണത്തിന് ശേഷം ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ പിന്നീട് ആ സെവപ്പൻ എന്ന കടുവയെ കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവന്റെ ശല്യം പൂർണ്ണമായി തന്നെ അവസാനിച്ചു എന്നാണ് അവിടുത്തെ ആളുകൾ കരുതിയിരുന്നത്. 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ആ ഗ്രാമത്തിൽ ഒരു നരവേട്ടയും കൂടി അരങ്ങേറി. അതിങ്ങനെയായിരുന്നു. ഗ്രാമത്തിലെ വീടുകളുടെ പണിയും മറ്റും ചെയ്യുന്ന ഒരു പണിക്കാരന് നേരെയായിരുന്നു ആ കടുവ ആക്രമണം അഴിച്ചുവിട്ടത്. ഗ്രാമത്തിലെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം വീടിന് ആവശ്യമായ തടികളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി അവർ വനത്തിലേക്ക് പോകാറുള്ളത് പതിവായിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുള്ളതുമാണ്. വനവകുപ്പ് അധികാരികൾ അത് പൂർണ്ണമായും നിയമവിരുദ്ധമായി കാണുന്നതാണ്. അതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ അവർ വനത്തിലേക്ക് പോകുകയും അവർക്ക് ആവശ്യമായ തടികൾ കണ്ടെത്തുകയും അത് മാർഗ് ചെയ്ത് വെച്ച ശേഷം രാത്രികാലങ്ങളിൽ വന്ന് മുറിച്ചെടുക്കുകയുമാണ് പതിവ്. അതിനുവേണ്ടി തന്നെയാണ് അവർ അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയം തൻ്റെ ശിഷ്യനുമായി വനത്തിലേക്ക് മരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി പോയത്, അല്ലെങ്കിൽ മരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പോയത്. ഗ്രാമത്തിലെ വീടുകളുടെ മേൽക്കൂരകൾ നിർമ്മിക്കുന്നതിനും ജനലുകളും വാതിലുകളും നിർമ്മിക്കുന്നതിനും വേണ്ടിയാണ് അവർ മരങ്ങൾ തേടിപ്പോയത്. അതിന് നല്ല മരങ്ങൾ തന്നെ വേണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് അടയാളപ്പെടുത്തുകയും രാത്രി വന്ന് മുറിച്ചെടുത്തുകൊണ്ട് പോകുകയും വേണം. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പുതുതായി വന്ന ഒരു പണിക്കാരനെയും കൂട്ടിയാണ് ഈ കർത്തവ്യം നിറവേറ്റുവാൻ വേണ്ടി അയാൾ വനം കയറിയത്. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് കാണണം. ഏകദേശം 1 ആഴ്ച കാലമായി നിർത്തിവെച്ചിരിക്കുന്ന വീടിന്റെ പണി പുനരാരംഭിക്കണമെങ്കിൽ തടി ആവശ്യമാണ്. കടുവയുടെ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് 1 ആഴ്ച കാലമായി അവർ വനത്തിലേക്ക് പോകാഞ്ഞതും മരങ്ങൾ വെട്ടാഞ്ഞതും. എന്നാൽ ഇപ്പോൾ അവന്റെ യാതൊരു ശല്യവുമില്ല. വനവും ഗ്രാമവും ശാന്തമായിരിക്കുന്നു. ഒരു പക്ഷേ ആ കടുവ അവന്റെ ഈ വനാതിർത്തി വിട്ടതിന് ശേഷം മറ്റെവിടേക്കെങ്കിലും കുടിയേറി പാർത്തിരിക്കണം എന്ന ചിന്തകളെല്ലാം ആയിരിക്കാം അവരെ ആ വനത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞ് അവർ ഇരുവരും വനത്തിലേക്ക് പ്രവേശിച്ചു. ഏകദേശം 1/2 മൈലുകൾക്കുള്ളിലേക്ക് നടന്നു കാണണം. അവിടെ നിന്നിരുന്ന അത്യാവശ്യം വലിപ്പമേറിയ ഒരു മരം അവർ കണ്ടെത്തുകയും അത് മാർഗ് ചെയ്യുകയും ചെയ്തു. ഒരു വീട് പണിക്ക് ആവശ്യമായ എല്ലാ തടിയും അതിൽ നിന്ന് ലഭിക്കുമെന്നും അയാൾ തന്റെ കൂടെ വന്ന തന്റെ ശിഷ്യനോട് പറഞ്ഞിരുന്നു. ഇനിയും ഏകദേശം ഈ വനത്തിൽ 3 ദിവസത്തെ പണിയുണ്ട്. മരം വെട്ടിയെടുക്കുകയും ചെത്തിയൊരുക്കുകയും തടിയാക്കുകയും അത് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയും വേണം. ഇവർ 2 പേരും മാത്രമായതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കുന്നത്. വനത്തിനുള്ളിൽ മരം മുറിച്ചിട്ടാലും ചെത്തിയൊരുക്കിയാലും തടിയാക്കിയാലും എല്ലാം രാത്രികാലങ്ങളിൽ മാത്രമേ അവർക്കത് അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനെല്ലാം കൂടി എടുക്കുന്ന സമയമാണ് 3 ദിവസം എന്നുള്ളത്. അങ്ങനെ അവർ മരമെല്ലാം മാർഗ് ചെയ്ത ശേഷം തൻ്റെ ഗ്രാമത്തിലേക്കുള്ള വരവ് തുടർന്നു. അങ്ങനെ ഗ്രാമത്തിലേക്ക് വരുന്ന വഴിയാണ് ആ സംഭവം അവിടെ അരങ്ങേറിയത്. അവരുടെ പിന്നിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു ഗർജനമാണ് അവർ കേട്ടത്. ഗർജനം കേട്ടതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവർക്ക് നേരെ കുതിച്ചു ചാടി വരുന്ന കടുവയാണ് കൂടുണ്ടായിരുന്ന പുതുതായി പണിക്ക് ചേർന്ന ആ ഗ്രാമീണൻ കണ്ടത്. കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. കടുവ ചാടി തടിപ്പണിക്കാരന്റെ കഴുത്തിലേക്ക് വീഴുകയും കഴുത്തിലേക്ക് അതിന്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കുന്ന കാഴ്ചയുമായിരുന്നു. അത് അയാളുടെ കഴുത്ത് കടിച്ചു പറിച്ചപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്നും തെറിച്ച ചോര തന്റെ ശരീരത്തിലേക്കും മുഖത്തേക്കും തെറിച്ചു വീണതായി അവൻ അനുഭവപ്പെട്ടു. അതിന് നല്ല ചൂടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മരവിപ്പോടെ അവൻ അതിനടുത്ത് തന്നെ നിന്നു. അവനും കടുവയും തമ്മിലുള്ള അകലം ഏകദേശം 10 അടി മാത്രമായിരുന്നു. അവൻ നിന്നിടത്തുനിന്ന് ചലിച്ചില്ല. അവന്റെ കൂടെ വന്ന വർഷങ്ങളായി പണി ചെയ്യുന്ന തന്റെ ആശാനെ ആ ക്രൂരനായ മൃഗം നിലത്തിട്ട് കടിച്ചു പറിച്ചു, കൊടഞ്ഞെറിഞ്ഞു. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും അയാളുടെ അസ്ഥികൾ പൊട്ടുമ്പോഴുള്ള ശബ്ദവും ഞരക്കവുമെല്ലാം അവനെ കേൾക്കുവാൻ സാധിച്ചു. പിന്നെ രക്തം ചീറ്റുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതരം ശബ്ദവും എല്ലാം കേട്ട് അവൻ മരവിച്ച് അവിടെ നിൽക്കുന്ന സമയം തൻ്റെ ഇരയുടെ ജീവൻ പൂർണ്ണമായും പോയ ശേഷം ആ കടുവ അവന്റെ കലാവിരുതുകൾ അവസാനിപ്പിച്ചു. അവന്റെ അടുത്ത് നിൽക്കുന്ന അവന് നേരെ ആ കടുവ തന്റെ കഴുത്ത് ഉയർത്തി നോക്കി. ഒന്ന് മുരണ്ടു, ഒന്ന് ഉച്ചത്തിൽ ഗർജിച്ചു. അതിനുശേഷം തന്റെ ഇരയെയും കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് അവന് ഇടതുവശത്തുകൂടി വനത്തിലേക്ക് പോയി മറഞ്ഞു. തന്റെ കൺമുന്നിൽ അരങ്ങേറിയ രക്തം മരവിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തന്റെ സ്വബോധവും ഇച്ഛാശക്തിയും വീണ്ടെടുക്കുന്നതുവരെ അവൻ അവിടെ തന്നെ അങ്ങനെ അനങ്ങാപ്പാറ പോലെ നിന്നു. അല്പസമയങ്ങൾക്ക് ശേഷമാണ് അവന്റെ കാലുകളും കൈകളും പോലും അവന് ചലിപ്പിക്കുവാനായത്. എന്നിട്ടും അവന്റെ കൺമുന്നിൽ നിന്നും നടുക്കുന്ന കാഴ്ചയുടെ ദാരുണമായ ചിത്രങ്ങൾ
മായുന്നുണ്ടായിരുന്നില്ല. അവൻ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് പിന്നീട് ഓടുകയായിരുന്നു. വനമിറങ്ങി ഗ്രാമത്തിന്റെ പാതയിലേക്ക് വന്നു വീഴുകയും അവിടെ കടന്ന് പുളയുകയും ഉച്ചത്തിൽ അലറുകയും അവൻ ചെയ്തു. അവന്റെ അലർച്ചയും നിലവിളിയും കേട്ടാണ് അവിടേക്ക് ആളുകൾ ഓടിക്കൂടിയത്. കാര്യം എന്താണെന്ന് തിരക്കിയവരോട് നടന്ന സംഭവം അവൻ പറഞ്ഞു. അവന്റെ മുഖത്തും ശരീരത്തും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളിയിൽ നിന്നും എന്താണ് സംഭവിച്ചതെന്ന് അവിടുത്തെ ഗ്രാമീണർക്ക് മനസ്സിലായി. എന്നാൽ സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർ പോയി എങ്കിലും രക്തപ്പാടുകളും വലിച്ചിഴച്ച പാടുമല്ലാതെ മറ്റൊന്നും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ആ കടുവ സൃഷ്ടിച്ച പാടുകളെ പിന്തുടർന്ന് പോയവർക്ക് അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ തുണ്ടുകൾ മാത്രമാണ് കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വിപരീതമായിരുന്നു. കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയ മനുഷ്യന്റെ ശരീരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. വനത്തിലുള്ള അവരുടെ തിരച്ചിൽ ഏകദേശം വൈകുന്നേരം വരെ തുടർന്നു. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച ശേഷമാണ് അവർ തിരച്ചിൽ അവസാനിപ്പിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങിയത്. ഗ്രാമത്തിന്റെ അരികിൽ അയാളുടെ ഭാര്യയും ഏക മകനും നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് കടുത്ത നിരാശയും ദുഃഖവും നിഴലിച്ച് കാണാമായിരുന്നു. എങ്കിലും പ്രതീക്ഷ അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറമാണ് വനത്തിലേക്ക് പോയ വനപാലകർ അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അതിനെ തികച്ചും ശരീരാവശിഷ്ടം എന്ന് തന്നെ പറയുന്നതായിരിക്കും ഉചിതം. കാരണം കുറച്ച് എല്ലും കഷ്ണങ്ങളും തലയും കൈകളിലെയും കാലുകളെയും അസ്ഥിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പുഴുവരിച്ച് ഈച്ച പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലും. അവനെ ഇരയാക്കി തീർത്ത കടുവകൾ കൂടാതെ മറ്റ് മാംസഫുക്കുകളും അവന്റെ ശരീരത്തിൽ നിന്നും മാംസം ഭക്ഷിച്ചിരുന്നു. ഉദാഹരണം കഴുതപ്പുലികളോ ചെന്നായ്ക്കളോ കാട്ടുനായ്ക്കളോ കഴുകന്മാരോ അങ്ങനെയുള്ളവ. അങ്ങനെ അന്ന് നടന്ന സംഭവത്തോടെ അവിടുത്തെ വനത്തിലേക്കും വനപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വന്നു. അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഭീതിയും ഭയവും കടന്നു വന്നു. പിന്നീട് അവൻ മനുഷ്യരെ മാത്രമായിരുന്നില്ല ആക്രമിക്കാൻ തുടങ്ങിയത്. ആദ്യമെല്ലാം വനത്തിലേക്ക് കയറുന്നവരെയായിരുന്നു അവൻ ആക്രമിച്ചിരുന്നു എങ്കിലും പിന്നീട് അവന്റെ ആക്രമണം ഗ്രാമത്തിലേക്കും കന്നുകാലികളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പിന്നീട് അവന്റെ ആക്രമണം അരങ്ങേറിയത് 3 ദിവസങ്ങൾക്കപ്പുറമാണ്. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ നമ്മളൊരു കഥ പറഞ്ഞില്ലേ, അത് ആ സംഭവം. 2 കുട്ടികളിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയത്. വനത്തിലേക്ക് തേൻ ശേഖരിക്കുവാനും തേൻ ശേഖരണം കാണാനും പോയ കുട്ടികളിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത്. സംഭവം അറിഞ്ഞ് ഗ്രാമത്തിലെ ഒരു സംഘം ആളുകൾ കമ്പുകളും ആയുധങ്ങളും മേന്തി ആ കടുവയെയും അവൻ പിടിച്ചുകൊണ്ടുപോയ കുട്ടിയെയും അന്വേഷിച്ച് വനത്തിലേക്ക് പോയിരുന്നു. അവർ വനത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. ഏകദേശം 2-2.5 മൈലുകൾക്കപ്പുറം വെച്ച് അവർക്ക് ആ കുട്ടിയുടെ ശരീരം കണ്ടെത്തുവാൻ സാധിച്ചു. കൊങ്ങിണിക്കാടുകൾക്ക് ഇടയിൽ നിന്നുമായിരുന്നു. കണ്ടെത്തുമ്പോഴേക്കും പാതി ആഹരിച്ച നിലയിലുള്ള ശരീരമാണ് അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. തലേന്ന് രാത്രിയിലായിരുന്നു കടുവ ആ കുട്ടിയെ പിടികൂടിയതെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. 1.5 മൈലുകൾക്കപ്പുറത്ത് നിന്നുമാണ് അവന്റെ ശരീരം കിട്ടിയത്. അതായത് കടുവ ആക്രമിച്ച സ്ഥലത്ത് നിന്നും, അല്ലാതെ ഇപ്പോൾ തിരച്ചിൽ സംഘം വന്ന സ്ഥലത്ത് നിന്നുമല്ല. അങ്ങനെ കിട്ടുന്ന സമയത്ത് കടുവ പാതി ആ കുട്ടിയുടെ ശരീരം ആഹരിച്ചിരുന്നു. പാതി ആഹരിച്ച ശരീരം മാത്രമാണ് അവിടെ നിന്ന് പോയ ഗ്രാമീണർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. നട്ടെല്ലുകളും വാരിയെല്ലുകളുമെല്ലാം തകർന്ന അവസ്ഥയിലും വയറുതൊട്ട് നെഞ്ചുഭാഗം വരെയും അവൻ ആഹരിച്ച് തീർത്ത് കഴിഞ്ഞിരുന്നു. മിച്ചം വന്ന മാംസവും ശരീരവും അവിടെ ഉപേക്ഷിച്ചാണ് അവിടെ നിന്ന് കടുവ പോയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഇനിയും തിരികെ ഇവിടേക്ക് വന്നേക്കാം. എന്നാൽ ആ സാധ്യതയെ അസ്തമിച്ചുകൊണ്ട് അവന്റെ മിച്ചം വന്ന ശരീര അവശിഷ്ടങ്ങൾ അവിടെ നിന്നും എടുത്തുകൊണ്ട് ഗ്രാമീണർ ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ഈ സംഭവവും അരങ്ങേറി ഏകദേശം ഒരാഴ്ചയ്ക്കപ്പുറമാണ് ഞാൻ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആനമലയിലെ ഞങ്ങളുടെ തോട്ടത്തിലേക്ക് കുറച്ച് തോട്ടം തൊഴിലാളികളെ ആവശ്യമായി വന്നു. അങ്ങനെ തോട്ടം തൊഴിലാളികളെ അന്വേഷിച്ചാണ് ഞാൻ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തി ഇവിടെ നിന്നും കുറച്ച് തോട്ടം തൊഴിലാളികളെ അവിടേക്ക് കൊണ്ടുപോകാം എന്ന കണക്കുകൂട്ടലിലുമായിരുന്നു ഞാൻ അവിടെ എത്തിയത്. ഒരു നരഭോജിയെ കൊല്ലുവാനോ അല്ലെങ്കിൽ നായ ആടുവാനോ ഉള്ള സാഹചര്യമോ സന്ദർഭമോ തേടിയായിരുന്നില്ല ഞാൻ അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ റൈഫിൾ ഞാൻ എടുത്തിരുന്നില്ല. വിഞ്ചസ്റ്റർ ഞാൻ എൻ്റെ ബംഗ്ലാവിൽ തന്നെ വെച്ചിട്ടാണ് അവിടേക്ക് എത്തിയത്. ഞാൻ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഗ്രാമീണരെല്ലാം ഭീതിയിലായിരുന്നു. അവരുടെ എല്ലാ മുഖത്ത് ഭയം, നിരാശ എന്നിവ അലയടിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം എന്താണെന്ന് അവിടുത്തെ ഗ്രാമീണരോട് ഞാൻ തിരക്കി. അപ്പോഴാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ അവർ എന്നോട് പറയുന്നത്. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, ഇത്തവണ ഞാൻ വന്നത് ഒരു നായാട്ടിന് തയ്യാറെടുക്കുവാൻ വേണ്ടിയായിരുന്നില്ല. അതിനാൽ എൻ്റെ റൈഫിലും മറ്റുമൊന്നും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുമില്ല. അത് കേട്ടപ്പോൾ അവിടുത്തെ ഗ്രാമീണർക്ക്
കനത്ത നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കരുതിയിരുന്നത് സംഭവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കാം ഞാൻ ഇവിടേക്ക് വന്നതെന്നാണ്. എന്നെ ഇവിടുത്തെ ഗ്രാമീണർക്കറിയാം. കാരണം ഇതിനു മുന്നേയും ഇവിടുത്തെ കുറച്ച് ഗ്രാമീണർ എൻ്റെ തോട്ടത്തിൽ തൊഴിൽ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ നടത്തിയ വേട്ടകളെക്കുറിച്ചുമെല്ലാം അവർക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. അതിൽ കുറച്ചു പേരാണ് എന്നോട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞതും. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമത്തലവനെയും എനിക്കറിയാം. എന്നാൽ അവരുടെ എല്ലാം വിഷമത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിപ്പോൾ തിരികെ ആനമലയിലേക്ക് പോകുകയാണ്, എൻ്റെ ബംഗ്ലാവിലേക്ക്. അവിടെ എത്തി ഞാൻ എൻ്റെ റൈഫിലുമായി തിരികെ മടങ്ങി വരാം എന്ന് പറഞ്ഞു നിർത്തി ഞാൻ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവിടുന്ന് ആനമലയിലെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു. പിന്നെ ഏകദേശം 3 ദിവസങ്ങൾക്കപ്പുറമാണ് ഞാൻ തിരികെ മുതുമല വനത്തിനരികിലുള്ള ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും അവിടെ അന്ന് രാവിലെ തന്നെ ഒരു സംഭവം അരങ്ങേറിക്കഴിഞ്ഞിരുന്നു. അതിദാരുണവും ക്രൂരത നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു അനിഷ്ട സംഭവമായിരുന്നു അത്. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു. ആളുകൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ നായയുടെയും കടുവയുടെയും കാൽപ്പാടുകളും അവ തമ്മിൽ നടത്തിയ പോരാട്ടത്തിന്റെ വീറും എല്ലാം എനിക്ക് ദർശിക്കുവാൻ സാധിച്ചു. ഞാൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നേരം പുലർന്ന സമയം ഗ്രാമത്തിൽ തന്നെ ഗ്രാമീണന്റെ ഒരു കുട്ടി അവന്റെ വളർത്തു നായയുമായി ഗ്രാമത്തിൽ തന്നെ നിന്ന് കളിക്കുകയായിരുന്നു. മറ്റു വീടുകളിൽ നിന്നും അല്പം മാറി മരങ്ങളും ചെടികളുമെല്ലാം വളർന്നു നിൽക്കുന്ന ഒരു ഭാഗത്ത് നിന്നുമായിരുന്നു നായയും കുട്ടിയും കളിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ പിതാവ് സ്വല്പം മാറി അയാളുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കുട്ടിയെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 12 വയസ്സ് മാത്രമാണ് പ്രായം വരിക അയാളുടെ മകന്. അവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നായയെ കിട്ടിയിട്ട് ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. എന്നാലും മകനും നായയും തമ്മിൽ നല്ല സൗഹൃദത്തിലുമാണ്. പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന നായ അസ്വസ്ഥമാകുകയും അവൻ മുരളുവാനും ഉച്ചത്തിൽ കുരയ്ക്കുവാനും തുടങ്ങി. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് നോക്കി. പക്ഷേ അവർ തമ്മിൽ കളിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അതിൽ കൂടുതലൊന്നും ചിന്തിക്കുവാനുള്ള ഒരു ബോധം എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്നും ഒരു കടുവയുടെ മുരൾച്ച കേട്ടു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നായയെ ആ കടുവ ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതിനുശേഷം അവന്റെ നേരെ ആ കടുവ ചാടി വീഴുകയും അവനെ കഴുത്തിൽ കടിച്ചുകുടഞ്ഞ് ദൂരേക്ക് വലിച്ചെറിയുന്നതും ഞാൻ കണ്ടു. ആ വലിയ കടുവയുടെ കടിയിലും അടിയിലുമായിരിക്കാം അവൻ ചലനമറ്റ് അവിടെ ആ നിലത്ത് കിടന്നത്. പക്ഷേ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ഞരക്കം മാത്രമേ എനിക്ക് കേൾക്കുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ അവിടേക്ക് ഓടിച്ചെല്ലുവാൻ എനിക്കപ്പോൾ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും എൻ്റെ ആവുന്ന ശക്തി എടുത്തുകൊണ്ട് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും എൻ്റെ നായ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കടുവയ്ക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ കടുവയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി ആ നാടൻ നായയ്ക്കുണ്ടായിരുന്നില്ല. കടുവയുടെ കൂർത്ത നഖങ്ങൾ കൊണ്ടുള്ള അടിയിൽ ആ നായ തൽക്ഷണം മരിച്ചു. അനക്കമറ്റ് അവിടെ കിടന്നു. എൻ്റെ മകന്റെ അരികിലേക്ക് ഓടി വന്ന എനിക്ക് നേരെയും ആ കടുവ ആക്രമിച്ചു. എന്നാൽ അവന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ടുള്ള അടിയേറ്റത് എൻ്റെ വലത്തെ കൈയിലാണ്. എൻ്റെ കൈ ആകെ കീറി മുറിഞ്ഞിരിക്കുന്നു. രക്തം ഒലിക്കുകയാണ്. അടിയുടെ ആഘാതത്തിൽ ഞാൻ വശത്തേക്ക് ചരിഞ്ഞു വീണു. പിന്നീട് അവിടെ നിന്നും രക്തമൊലിക്കുന്ന കൈകളുമായി ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അനക്കമറ്റിരുന്ന എൻ്റെ മകന്റെ ശരീരം കടിച്ചെടുത്തുകൊണ്ട് ആ കടുവ വനത്തിലേക്ക് ഓടി മറയുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. എൻ്റെ ഉച്ചത്തിലുള്ള അലർച്ചയും നിലവിളിയും കേട്ട് ഇവിടേക്ക് ആളുകൾ ഓടിയെത്തിയെങ്കിലും അവന് പുറകെ പോയിയെങ്കിലും കടുവയുടെ ക്രൂരതയും ഭയവും കാരണം ഏറെ ദൂരം അവർക്ക് പിന്തുടരുവാൻ കഴിഞ്ഞില്ല. അവർ തിരികെ ഇവിടേക്ക് മടങ്ങി എത്തുകയാണ് ചെയ്തത്. സംഭവം ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 4 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ 5 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സംഭവം നടന്ന സ്ഥലം ഞാനൊന്ന് വീക്ഷിച്ചിരുന്നു. കടുവയുടെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആൺകടുവ തന്നെയാണ് പ്രതിയെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞതിൽ നിന്നും അവൻ്റെ അടയാളവും എനിക്ക് മനസ്സിലായി. നല്ല കട്ടി മഞ്ഞ നിറമുള്ള ഒരു കടുവയാണ് അവൻ. മറ്റ് കടുവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കി നിർത്തുന്നതും അവൻ്റെ ആ നിറമാണ്. പിന്നെ അവൻ്റെ ചെവിയുടെ ഒരു പാതി ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മുന്നേ നടന്ന ഏതെങ്കിലും കടുവയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കാം. ഇത്രയും അടയാളങ്ങളാണ് അവിടുത്തെ ഗ്രാമീണർ എനിക്ക് നൽകിയത്. കാരണം വിശാലമായി കിടക്കുന്ന വനമാണ്. ഒരു കടുവ മാത്രമായിരിക്കില്ല ഈ വനത്തിലുള്ളത്. നിരവധി കടുവകളുണ്ട്. ഒരിക്കലും നിരപരാധിയായ ഒരു കടുവ എൻ്റെ തോക്കിനിരയാകരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. എൻ്റെ കൂടെ വനത്തിലേക്ക് തിരച്ചിലിനായി വരാനിരുന്ന ആളുകളോട് ഞാൻ താൽക്കാലികമായി വരണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ശാഠ്യം പിടിച്ച 5-6 പേരെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി. കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും അവൻ്റെ രക്തത്തുള്ളികളെയും പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വനത്തിലൂടെ യാത്ര തുടർന്നു. ആ യാത്ര ഏകദേശം
രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്നു. താഴ്വരകളുടെയും കുറ്റിക്കാടുകൾക്കിടയിലൂടെയും കാട്ടു റോസാകളുടെ ഇടയിലൂടെയുമെല്ലാം അത് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു കാട്ടു റോസാ ചെടികൾക്കിടയിൽ നിന്നും അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഒരു കീറിയ തുണ്ട് ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. പിന്നീട് അതിലൂടെ സൂക്ഷ്മമായി ഞങ്ങൾ ഇറങ്ങി താഴേക്ക് യാത്ര ചെയ്തു. ഇപ്പോൾ അത് കടന്നു പോകുന്നത് മരങ്ങൾ തിങ്ങി വളരുന്ന വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും ഏറെയുള്ള ഒരു താഴ്വരയിലൂടെയാണ്. അങ്ങനെയുള്ള ആ യാത്ര ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കുരങ്ങന്മാരുടെ വല്ലാതെ ഒച്ചയുണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. അതിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പക്ഷേ അവന്റെ ശരീരം അവിടെ ആയിരിക്കാം കൊണ്ട് കടുവ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെയുണ്ട്, അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ വന്ന ഗ്രാമീണരിൽ ഒരാളോട് അടുത്തുള്ള വലിയ പൊക്കമുള്ള മരത്തിലേക്ക് കയറുവാനും അതെന്താണെന്ന് വീക്ഷിക്കുവാനും പറഞ്ഞു. എന്റെ നിർദ്ദേശപ്രകാരം അയാൾ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ പൊക്കമുള്ള മരത്തിലേക്ക് കയറുകയും അത് വീക്ഷിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞതനുസരിച്ച് എന്തോ ഒന്ന് അവിടെ കിടക്കുന്നുണ്ട് എന്നും അത് കണ്ടുകൊണ്ടാണ് കുരങ്ങന്മാർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതെന്നും അവർ പറഞ്ഞു. എന്തായാലും അവിടേക്ക് പോയി നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് തോളിൽ റൈഫിൾ എടുത്ത് വെച്ച് ചൂണ്ടി അങ്ങോട്ട് ഞങ്ങൾ നടത്തം ആരംഭിച്ചു. ഞങ്ങളെ കണ്ടതും കുരങ്ങന്മാർ വീണ്ടും ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി, ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിന് അരികിലേക്ക് ചെന്നു. കടുവ ആ കുട്ടിയുടെ ശരീരം ആഹരിച്ചിരുന്നില്ല. എന്നാൽ അവന്റെ ശരീരത്ത് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നതുമില്ല. അവന്റെ കഴുത്ത് കടിച്ചൊടിച്ച നിലയിലായിരുന്നു. രക്തം പൂർണ്ണമായും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവന്റെ പുറം ആ കടുവ മാന്തി പൊളിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ അവിടേക്ക് വന്നവരോട് ഞാൻ പറഞ്ഞു, ഇത് നല്ലൊരു അവസരമാണ്. ഉറപ്പായും ആ നരഭോജിയായ കടുവ ഇവിടേക്ക് അവന്റെ ശരീരം ആഹരിക്കുവാൻ വേണ്ടി തിരികെ വന്നേക്കാം. ഈ അവസരം കളയുവാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ മാത്രം ഈ ശരീരം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങാം. ഇല്ലെങ്കിൽ എന്നെയും ശരീരവും ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഗ്രാമത്തിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങാം. നാളെ നേരം പുലരുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടായിരിക്കും. ഞാൻ അവർക്ക് ഉറപ്പ് നൽകി. എന്നാൽ എങ്ങനെയെന്ന് അവർ ചോദിച്ചു. എന്തായാലും രാത്രിയാകുമ്പോഴേക്കും ആ കടുവ ഈ ശരീരത്തിനരികിലേക്ക് മടങ്ങി വരാതിരിക്കില്ല എന്നും പറഞ്ഞു. ഇവിടെ ധാരാളം മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. ഉറപ്പായും ഇവയിൽ ഏതെങ്കിലും മരത്തിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കവനെ ലക്ഷ്യം വെക്കുവാനും വെടിവെച്ച് കൊല്ലുവാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനൊപ്പം നാളെ അവൻ്റെ ശരീരവും നമുക്ക് അടക്കം ചെയ്യാം. മനസ്സില്ലാ മനസ്സോടെ എൻ്റെ കൂടെ അവിടേക്ക് വന്ന ഗ്രാമീണർ അതിന് സമ്മതം മൂളി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ തിരികെ ഗ്രാമത്തിലേക്ക് മടക്കി അയച്ചു. അതിനുശേഷം ശരീരം കിടക്കുന്നിടത്തു നിന്നും ഏകദേശം 10 അടി മാറി നിന്നിരുന്ന ഒരു വലിയ മരത്തിന് മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. അതിൻ്റെ ശാഖകൾ 4 പാടും വളർന്നു നിൽക്കുന്നു. അതൊരു ശാഖയിലേക്കാണ് ഞാൻ വലിഞ്ഞു കയറിയിരുന്നത്. അടുത്തുണ്ടായിരുന്ന കുരങ്ങന്മാരെ ഞാൻ ഓടിച്ചു പായിച്ചു. അവരുടെ ശല്യം പൂർണ്ണമായും അവിടെ നിന്നും ഒഴിവാക്കി. എൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം അവൻ കടന്നു വരാൻ സാധ്യതയുള്ളത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാണ്. എന്നാൽ എൻ്റെ കണക്കുകൂട്ടലുകൾക്കെല്ലാം വിപരീതമാക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ കടന്നുവരവ്. അതും പ്രതീക്ഷിക്കാത്ത നേരത്ത്. സമയം ഏകദേശം 4 മണി കഴിഞ്ഞു കാണണം. ഇവിടെ നിന്ന് ഞാൻ ദൂരേക്ക് ഓടിച്ചു വിട്ട കൊരങ്ങന്മാരുടെ കരച്ചിൽ അങ്ങ് അകലെ നിന്നും കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അത് ഉറപ്പായും ആ നരഭോജിയായ കടുവയെ കണ്ടുകൊണ്ടുള്ള കരച്ചിലായിരിക്കാമെന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലായിരുന്നു ഒരു മുരളച്ച ഞാൻ കേട്ടത്. ഞാനിരിക്കുന്ന മരക്കൊമ്പിന് നേരെ ഉള്ള ദിക്കിൽ നിന്നായിരുന്നു അത് കേട്ടത്. പിന്നീട് ഞാൻ കാത്തിരുന്നത് അവൻ്റെ വരവിന് വേണ്ടിയായിരുന്നു. ശരീരത്തിൻ്റെ അരികിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവനെ വെടിവെച്ച് കൊല്ലണം എന്ന പദ്ധതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. അത് നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുമുണ്ടായിരുന്നു. കടുവയുടെ ഗർജനം കേട്ട ഭാഗത്തേക്ക്, അല്ലെങ്കിൽ മുരളിച്ച കേട്ട ഭാഗത്തേക്ക് ഞാൻ എൻ്റെ റൈഫിൾ ചൂണ്ടി അങ്ങനെ ഇരുന്നു. കുറച്ചു സമയം അവന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ റൈഫിലിൻ്റെ പരിധിക്ക് അപ്പുറത്തു നിന്നും അവൻ നടന്ന് എനിക്കരികിലേക്ക് വരുന്നത് എനിക്ക് കാണുവാനിടയായി. നല്ല കട്ട മഞ്ഞ നിറമുള്ള, കണ്ടാൽ ഏകദേശം 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കടുവയായിരുന്നു അത്. സാമാന്യം വലിപ്പം അവനുണ്ടായിരുന്നു. ഗ്രാമീണർ പറഞ്ഞതുപോലെ തന്നെ അവന് ഒരു ചെവിയുടെ പാതി ഉണ്ടായിരുന്നില്ല. എന്തായാലും അവൻ നടന്നു വരുന്നതിന് നേരെ, വഴിയുടെ നേരെ ഞാൻ എൻ്റെ റൈഫിൽ ചൂണ്ടി. അവൻ എപ്പോഴാണോ എൻ്റെ റൈഫിലിൻ്റെ പരിധിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ കാഞ്ചി വലിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ എൻ്റെ കണ്ണും കാതും അവിടേക്ക് മാത്രം ഞാൻ കേന്ദ്രീകരിച്ചു. അവൻ പതിയെ അവൻ പിടിച്ചുകൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയ ഇരയുടെ അരികിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അവൻ നിൽക്കുന്നത് എൻ്റെ റൈഫിൾ പരിധിക്കുള്ളിൽ തന്നെയാണ്. അവൻ വീണ്ടും മുന്നിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നിൽ നിന്നും ഏകദേശം 15 അടി അകലെ എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ കാഞ്ചി വലിച്ചു. തോക്ക് ഉച്ചത്തിൽ ഗർജിച്ചു. തീരെ പാഞ്ഞ് തറച്ചു കയറിയത് കൃത്യം അവൻ്റെ തലയിലേക്കാണ്. നിലത്തേക്ക് കടന്ന് ആ കടുവ പിടയുവാൻ ആരംഭിച്ചു. അവൻ്റെ പിടച്ചിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി എനിക്കൊരു നിറ കൂടി ഒഴിക്കേണ്ടി വന്നു. അതോടെ പൂർണ്ണമായും കാടും വനവും നിശബ്ദമായി. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം
തറയിലേക്ക് ഒലിച്ചിറങ്ങുവാനും മണ്ണ് രക്തത്താൽ നനയുവാനും തുടങ്ങി. അവന്റെ കണ്ണുകൾ മലക്കെ തുറന്നിരുന്നു. അല്പസമയത്തിന് ശേഷം ഞാൻ താഴേക്കിറങ്ങുകയും അവന്റെ ശരീരം പരിശോധിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇവനെ നരഭോജിയാക്കി മാറ്റിയത് മുമ്പ് എപ്പോഴോ കടുവകളുമായി ഉണ്ടായ പോരാട്ടത്തിൽ അവന്റെ ചെവിയുടെ പാതി നഷ്ടപ്പെട്ടതിനാൽ ആയിരിക്കാം. ഒരു പക്ഷേ അവന് ശ്രവണശേഷി കുറവായിരിക്കാം. അതുകൊണ്ടെല്ലാം അവന്റെ ഇരയെ മാർഗ് ചെയ്യുന്നതിലും വേട്ടയാടുന്നതിലും അവൻ പരാജയപ്പെട്ട് കാണാം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണവുമായിരിക്കാം അവനെ നരഭോജിയാക്കി മാറ്റിയത്. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ ഗ്രാമത്തിലേക്ക് പോകുകയും ഗ്രാമീണനെ വിവരമറിയിക്കുകയും ചെയ്തു. നരഭോജിയായ കടുവ മൃത്യു വരിച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമീണർ തീപ്പന്തങ്ങളും ഏന്തിക്കൊണ്ട് ആ കുട്ടിയുടെ ശരീരം കിടന്നിടത്തേക്കും ആ കടുവയെ കൊന്നിട്ട സ്ഥലത്തേക്കും പോകുകയും ചെയ്തു. അവിടെ നിന്ന് രാത്രി തന്നെ അവർ കടുവയുടെയും കുട്ടിയുടെയും ശരീരം ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. നേരം പുലർന്നപ്പോൾ തന്നെ കടുവയുടെ ശരീരം അവർ ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം കാണുന്ന രീതിയിൽ കാഴ്ചവെക്കുകയും ശപിക്കുകയും തുപ്പുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വേട്ടക്കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ വേട്ടക്കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.